എല്ലാവർക്കും നന്മ ചെയ്യുന്ന ബോച്ചയുടെ കൂടെ നിങ്ങൾ നിൽക്കണം. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഇതാണ് ബബിൾ ഹൗസ്. ഇതിലൊരു ദിവസം അന്തി ഉറങ്ങാൻ ഒരു 10 റുപ്യ, ഒരു 10,000 റുപ്യ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉറങ്ങുക എന്നുള്ളത് ഒരു അഭിലാഷമായി മാറും. കാരണം വെച്ചാൽ ഇതുപോലെ ഒരു ബബിൾ ഹൗസ് വയനാട് വേറെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചൊരു വ്യക്തിയാണ്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ട്രാൻസ്പെറന്റ് ആണ് സർ. അതുപോലെ ടവർ AC ആണ്, അത് വാർഡ്രോബ്, ലൈറ്റ്സ്, അവിടെ വീണ്ടും 2 ഡിവിഷൻ, ഒന്ന് ടബ്, ഐ മീൻ സിങ്ക്, പിന്നെ അപ്പുറത്ത് ബാത്റൂം, യൂറോപ്യൻ ക്ലോസറ്റ്, ഇവിടെ ഒരു സിറ്റ് ഔട്ട്, അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കൊച്ചു വീടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ സുഹൃത്തുക്കളെ, ബബിൾ ഹൗസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ, അതൊന്ന് കാണിച്ചെടുത്ത് തരാം. നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഓഹോ, വിശാലമായ ബബിൾ ഹൗസ്, എന്താ ഭംഗി! ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നോക്കൂ, നിങ്ങൾ പുറമെ ആ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അതെ, ഇവിടെ കിടക്കുമ്പോൾ തന്നെ 10, 20 ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം 10,000 എന്നല്ല, നമുക്ക് 20 കൊടുക്കാൻ തോന്നും. ഭയങ്കര കൂളിങ്ങും ഭയങ്കര AC ആണ് നിൽക്കുന്നത്. അടിപൊളി സെറ്റായിട്ട് എല്ലാം കൊണ്ടും വാർഡ്രോബ് ഉണ്ട് സർ. ഇതിപ്പോ ഇങ്ങ് വാ, എനിക്ക് ഇവരോട് കാര്യം പറയാണ്ടല്ലോ. സത്യത്തിൽ ഇത് മേപ്പാടിക്ക് കിട്ടിയത് നിങ്ങൾക്കൊരു അനുഗ്രഹം. തീർച്ചയായിട്ടും. കാരണം സാർ ഇവിടെ വരുന്നതും ഈ സംരംഭം സാറ് ഏറ്റെടുത്തതും അതിൽ വലിയ സന്തോഷം ഉള്ള ആളാണ് ഞങ്ങളൊക്കെ. കാരണം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെ അറിയാം. ഇപ്പൊ 2 ദിവസം മുമ്പ് ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തുകൊണ്ട് സാറ് മാതൃക കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പ്രദേശത്തുള്ള ഈ 1000 ഏക്കർ സ്ഥലം സാർ എടുത്തതോടുകൂടി ആളുകൾക്കൊക്കെ വളരെ ആശങ്ക ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഞങ്ങളെ ജോലി നഷ്ടപ്പെടുമോ, എങ്ങനെയൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ആശങ്കപ്പെടേണ്ടതില്ല. ഓരോ പടിയും ആ സാറ് തൊഴിലാളികളോട് കൂടെ, പാവങ്ങളെ കൂടെ ആണ് എന്നത് ഈ 2 ദിവസം മുമ്പ് തന്നെ സാർ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ബോച്ചോ സാറിന് വേണ്ടി എല്ലാവിധ പിന്തുണയും മാനസികമായും വേണ്ടുന്ന രൂപത്തിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാണ് പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ കൺസെപ്റ്റ് ട്രാൻസ്പെറന്റ് ആണെങ്കിലും നമ്മൾ പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമുക്ക് 360 ഡിഗ്രിയിൽ കർട്ടൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ലീപ്പിംഗ് അവേഴ്സ്, നൈറ്റ് നമുക്ക് വേണ്ടാത്ത സമയത്ത് ഇതിങ്ങനെ കവർ ചെയ്യാം. അതെ, പ്രൈവസിക്ക് വേണ്ടിയിട്ട്. പിന്നെ മുകൾ ഭാഗം നമ്മൾ ഒരിക്കലും നൈറ്റ് സ്റ്റേയിൽ കവർ ചെയ്യില്ല. അത് നമ്മൾ ഓപ്പൺ സ്കൈ കാണണം എന്നുള്ളതാണ്. മൂണും സ്റ്റാറും ഒക്കെ നമ്മളൊരു ഗാലക്സി അടുത്ത് പോയി നമ്മളെ ഇതില് പോയിട്ട് നമ്മൾ കാണുന്ന ആകാശങ്ങളെ എല്ലാ സൗകര്യത്തോടും രാജകീയമായ സൗകര്യത്തോടും ജീവിക്കുക എന്നുള്ള രീതിയിൽ. അതെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി. തീർച്ചയായും. അപ്പൊ നിങ്ങൾ നാട്ടുകാരൻ തന്നെ കാണിക്കട്ടെ. അതെ, നിങ്ങളിപ്പോ ഇവിടെ തുടങ്ങും സാർ. ഇത് വാർഡ്രോബാണ്, അലമാരിയാണ്. നമുക്ക് കാണുന്നതിന് കുഴപ്പമില്ല. നമുക്ക് ഗസ്റ്റിന് വേണ്ട പില്ലോയെ, ഗൗണെല്ലാം, ഗൗൺ ഇപ്പൊ നമ്മൾ ലോണ്ടറി കൊടുത്തിരിക്കുകയാണ്, അതെല്ലാം ഇതിനകത്തുണ്ടാവും. ബെഡ് സ്വിച്ച് ഇവിടെ തന്നെ ഉണ്ട് സർ. ഇത് ഇവിടെ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ തന്നെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിലുണ്ട്. ഓക്കെ. അത് അടിയിൽ ഫ്യൂസ് ഓഫ് ചെയ്യും, മഴ ആയതുകൊണ്ട് ഓഫ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സിങ്കാണിത്, വാഷിനുള്ള ഒരു ബ്യൂട്ടിഫുൾ മിറർ ഉണ്ട്, ഹാൻഡ് മിറർ, വാൾ മിറർ, ഒരു കർട്ടൻ. ഇവിടെ നമ്മുടെ ടർക്കികളെല്ലാം ഇവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്, ടവല്, റൈറ്റ്. പിന്നെ ഈ ഭാഗമാണ് സർ വാഷ്റൂമായിട്ടുള്ളത്. ഇത് ഷവറാണ്, എൻക്ലോസർ ഉണ്ട്, ഷവർ എൻക്ലോസർ ക്ലോസ് ചെയ്യാതെ. അപ്പോൾ വെള്ളം ഒരിക്കലും പുറത്തേക്ക് വരില്ല. അതാണ് ഷവർ എൻക്ലോസർ ആണിത്. പിന്നെ ഈ ഭാഗത്തേക്ക് നമ്മുടെ വെസ്റ്റേൺ ക്ലോസറ്റ് ഇവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ നിലക്കും ഒരു എന്താ പറയാ, ആഡംബര ജീവിതം. അതെ, അതാണ് സാർ ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ എല്ലാ ഫെസിലിറ്റീസും ഇതിനുണ്ട്, ഇൻക്ലൂഡഡ് ആണ്. താങ്ക് യു സാർ. മേലെ കണ്ടത്തിൽ വെള്ളം ഉണ്ടെങ്കിലേ താഴെ കണ്ടത്തിൽ ഉണ്ടാവൂ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് തന്നെ. കാരണം വെച്ചാൽ 1000 ഏക്കറിന്റെ ഒരു മുതലാളി തൊട്ടടുത്തുണ്ടാവുമ്പോൾ ഒരു 10 സെന്റിന്റെ അല്ലെങ്കിൽ 1 ഏക്കറിന്റെ ഒക്കെ ഒരു മുതലാളി തൊട്ടടുത്തുണ്ടാകുമ്പോൾ എന്തായാലും മേലെ കണ്ടത്തിലെ വെള്ളം, അവിടെ മേലെ കണ്ടത്തിലെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കിനിവ് താഴോട്ടും ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്രതീക്ഷയോടെയാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞത്, അല്ലേ? അപ്പൊ എന്താ വെച്ചാലും അദ്ദേഹത്തിനും, അതായത് ഈ 1000 ഏക്കർ ബോച്ചെ സാർ എടുത്ത സമയത്ത് ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അത് ദൂരീകരിച്ചത് വാക്കുകൊണ്ടല്ല, പ്രവർത്തനം കൊണ്ടാണ്, അല്ലെ? പിന്നെ ഇന്നേ വരെ
ഇത് മുമ്പ് AVTയുടെ കയ്യിലായിരുന്നു ഈ ഒരു പ്രദേശം മുഴുവനും. AVTയുടെ മുതലന്മാര് നമ്മൾ കുറ്റം പറയുന്നല്ല, അവർ ചെയ്യാത്തത് അതിനപ്പുറം എൻ്റെ ജോലിക്കാരാണ് എൻ്റെ എല്ലാം. കാരണം ജോലിക്കാരില്ലെങ്കിൽ ഒരു മുതലാളിയില്ല. അതായത് പണക്കാരൻ എങ്ങനെയാണോ പണക്കാരനായത്, ഇത് തൊഴിലാളികളെ കൊണ്ടാണ് ഒരു പണക്കാരനാവാൻ സാധിക്കുള്ളൂ. ആ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ വരുമ്പം ഇവിടെ കുറേ ആൾക്കാർ, ഇപ്പൊ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ കുറേ ആൾക്കാർ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, മുതലാളിയാണെങ്കിലും ആ ഒരു മുതലാളിയുടെ ഒരു അഹങ്കാരം അങ്ങനെയില്ല. എന്നെപ്പോലും, ഞാനിപ്പോൾ ഇവിടെ താഴെ കടയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരനാണ്, എന്നെപ്പോലും നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യാറുള്ളത് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പം അത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. നമ്മുടെ ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ മുതലാളിമാർക്കും എടാ എന്ന രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു പ്രവണത മാറ്റി നിങ്ങൾ ഇവിടെ ഇരിക്കൂ, നിങ്ങൾ അത് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ എന്ന് പറയുന്നതും, എടാ അത് എടുത്തു കൊണ്ടുപോവാ, അങ്ങനെ അല്ലാട്ട് ചെയ്യേണ്ട, ഇങ്ങനെ നീ എന്തൊരു വർത്താനം, നീ എന്ത് പണിക്കാരനാ എന്ന രീതിയിൽ സംസാരിക്കുന്നത് രണ്ടും രണ്ട് തന്നെയാണ്. കാരണം നമ്മൾ എപ്പോഴും ഒരു മുതലാളിയാണെങ്കിൽ എപ്പോഴും ഏത് രീതിയിൽ പെരുമാറേണ്ടത്, ആ ഒരു ജോലിക്കാരനാണെങ്കിൽ അവനോട് നല്ല രീതിയിൽ സംസാരിച്ച്, തെറ്റുണ്ടെങ്കിൽ തന്നെ അത് തെറ്റാണെങ്കിൽ തന്നെ അത് മോനെ അങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ സംരംഭത്തിൽ ജോലി ചെയ്യുന്ന ഓരോ വർക്കേഴ്സും എൻ്റെ മുതലാളിമാരാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ, അതായത് റെസ്പെക്റ്റ് യു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരാളെ ബഹുമാനിക്കുമ്പോഴാണ് തിരിച്ച് നമുക്ക് ബഹുമാനം കിട്ടുന്നത്. നമ്മൾ ഒരു വലിയൊരു മനുഷ്യനാണ് എന്ന് കരുതി നമ്മളൊരു ചെറിയ കുട്ടിനെ നിങ്ങൾ എന്ന് വിളിച്ച് നമ്മൾ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി നമ്മളെ നിങ്ങൾ എന്ന് തന്നെ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ ബോച്ചെ സാറ് നമ്മളെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ മണിക്കൂറുകൊണ്ട് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇവിടെ എല്ലാ ജോലിക്കാരെയും ഒരു ജോലിക്കാരായി കാണാതെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ കണ്ടുകൊണ്ട് ഏകദേശം 100-300ഓളം വർക്കേഴ്സിന്, അവർക്കെല്ലാം അവരുടെ മക്കൾക്കെല്ലാം നോട്ട്ബുക്ക്, പെന്ന്, അല്ലെ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊടുത്തു എന്നപ്പോൾ നിങ്ങൾ പ്രദേശവാസിയായി നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഒരു ചാനലും കണ്ടിട്ടില്ല കേട്ടോ, അത് ഒരു ചാനലുകാർ വിടൂല അത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ നെഗറ്റീവ് മാത്രം വിളമ്പാൻ നിൽക്കുന്ന ചാനലുകാർ അദ്ദേഹം ചെയ്യുന്ന പോസിറ്റീവ് കാണാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും നിങ്ങൾക്കും നിങ്ങളെ പ്രദേശത്തിനൊക്കെ നല്ലത് വരട്ടെ. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ ഒരുപാട് 2030 കൂടി ഇവിടെ ഒരുപാട് പദ്ധതികളോട് ആവിഷ്കരിക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അത് വലിയൊരു മുതൽക്കൂട്ടാവും. കാരണം വെച്ചാൽ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഉപജീവനത്തിന് മാർഗ്ഗങ്ങൾ കണ്ടെത്താം. കാരണം ഇവിടെ എന്തെങ്കിലും ടൂറിസ്റ്റുകൾ കൂടുതൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാപനം തുടങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കടകൾ തുടങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓട്ടോ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കാർ എടുക്കണമെങ്കിൽ സഞ്ചാരം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തൊട്ടടുത്ത് ഇപ്പോൾ ഇവിടെയൊക്കെ റിസോർട്ട് തികയാതെ വരും. അങ്ങനെ തികയാതെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തൊട്ടടുത്ത്, ഞാൻ പറഞ്ഞല്ലോ 100 ഏക്കറുടെ ഒരു മുതലാളി മേലുണ്ടാകുമ്പോൾ 10 സെന്റുകാരന് അതുകൊണ്ട് ഉപകരിക്കുമെന്ന് പറയാൻ, ആ 10 സെന്റുകാരന് വേണമെങ്കിൽ ഒരു ടെന്റ് കെട്ടിയിട്ട് അതിന് വാടക കൊടുക്കുക, അങ്ങനെയൊക്കെ ജീവിക്കാൻ ഇവിടെ സാഹചര്യം ഒരുങ്ങിയാണ്. അപ്പോൾ എന്തായാലും അതും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. നെഗറ്റീവുകൾ പറയുന്ന ആൾക്കാർ ഇവിടെ നിൽക്കുന്ന നാട്ടുകാർക്ക് കിട്ടുന്ന പോസിറ്റീവിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അതുകൂടി ചിന്തിച്ച് എല്ലാവർക്കും നന്മ ചെയ്യുന്ന ബോച്ചയുടെ കൂടെ നിങ്ങൾ നിൽക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായ ബോച്ചെ 1000 ഏക്കറയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചായയാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാക്കാൻ, ആസ്വദിക്കാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉള്ള ഒരു അനുഭവമായിരിക്കും. അതിപ്പോ എന്താ വെച്ചാലേ, പണ്ട് നമ്മൾ പറയല്ലോ, നമ്മൾ തന്നെ നാറ് നട്ട് നമ്മൾ തന്നെ ആ നെല്ല് കൊയ്ത് അതിന്ന് പുന്നല്ലരി കൊണ്ട് ഒരു നേരം ചോറ് തിന്നുമ്പോൾ അതിന് വേറെ സുഖം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഇതില് ഇതിപ്പോ, കാരണം ചെറുപ്പം മുതൽ എനിക്ക് 52 വയസ്സായി. ഈ 52 വയസ്സ് മുതൽ ഇന്നത്തെ ദിവസം വരെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ 1000 ഏക്കറയിലെ തേയില ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് ചായപ്പൊടി ഉണ്ടാക്കുക. അതിന്റെ ചായയാണ് ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോ ലക്കി ഡ്രോയിൽ കൂടി സാറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വാങ്ങി കുടിക്കാനും ആ ഭാഗ്യശാലിയിൽ അംഗമാവാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തേയില വെട്ടണത് കാണാം കേട്ടോ. ചായ കുടിക്കാനേ നമുക്കറിയുള്ളൂ, ചായ ഉണ്ടാക്കണത് എങ്ങനെ അറിയില്ലല്ലോ.